ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു TecTrEat. ഇന്ന് ഞാൻ പേപ്പറും കൊണ്ടുള്ള ഒരു പൂവായിട്ടാണ് എത്തിയിരിക്കുന്നത്. നമ്മുടെ ഫ്ലവർ വേസിലൊക്കെ വെക്കാൻ പറ്റിയ നല്ലൊരു റോസാപ്പൂവാണ്. നല്ല രസമാണ് ഇത് കാണാൻ. ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തന്നെ ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ പൂ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ക്രേ പേപ്പറാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലെ സ്റ്റേഷനറി കടകളിലും അതുപോലെ തന്നെ ക്രാഫ്റ്റിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങുന്ന കടയിൽ നിന്നും നമുക്ക് ഈ പേപ്പർ വാങ്ങാൻ കിട്ടും. ഈ ഒരു ഷീറ്റിന് 5 രൂപയാണ്. ഇതിന് പല കളർ അവൈലബിൾ ആണ്. ഞാനിവിടെ ഈ റോസ് കളർ ഉപയോഗിച്ചാണ് പൂ ഉണ്ടാക്കുന്നത്. ആദ്യം നമുക്ക് ഈ പേപ്പർ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ 5 സെൻറ്റിമീറ്റർ വീതിയും നീളം ഞാൻ ഈ പേപ്പറിൻ്റെ ഫുൾ നീളം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ പൂവിൻ്റെ വലുപ്പത്തിനനുസരിച്ച് നീളവും വീതിയും എടുക്കാം. ഞാനിവിടെ ഇപ്പം മീഡിയം സൈസുള്ള ഒരു പൂവാണ് ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് ഈ പേപ്പർ നടുക്കൂടി രണ്ടായിട്ടൊന്ന് മടക്കി കൊടുക്കാം. നമുക്ക് വീണ്ടും ഒന്നുകൂടി ഇതേപോലെ തന്നെ ഒന്ന് മടക്കിയെടുക്കാം. നിങ്ങൾ കുഞ്ഞു പൂവ ഉണ്ടാക്കുന്നെങ്കിൽ 2 വട്ടമൊക്കെ മടക്കിയാൽ മതി. ഇപ്പം നീളം കൂടുതലായതുകൊണ്ട് ഞാൻ വീണ്ടും ഒന്നും കൂടി ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കുകയാണ്. ഇപ്പം ഞാൻ ഇവിടെ 3 വട്ടം ഇതേപോലെ മടക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്നൊരു 1 സെൻറ്റിമീറ്റർ വിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പെൻസിൽ വെച്ച് ഒരു വര വരച്ചു കൊടുത്താലും മതി. ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമുക്ക് നല്ല വൃത്തിക്ക് നമ്മുടെ പൂവ് വെട്ടിയെടുക്കാൻ പറ്റും. ഇനി നമുക്കിതിൻ്റെ 2 സൈഡും നമ്മൾ മടക്കി ആ മടക്കിൻ്റെ അവിടം വരെ ഒന്ന് വെട്ടിയെടുക്കണം. ഇതേപോലെ ആ മടക്കിൻ്റെ അവിടം വരെ വെട്ടിയെടുക്കുക. അതിൻ്റെ താഴോട്ട് വെട്ടരുത്, അവിടം വരെ മാത്രമേ വെട്ടാൻ പാടുള്ളൂ. ഇനി നമുക്ക് ഇതേപോലെ തന്നെ മറ്റേ സൈഡിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. രണ്ട് സൈഡും ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സെൻറ്ററും ഇതേപോലെ ഒന്ന് കട്ട് ചെയ്യാം. ആ മടക്കിൻ്റെ അവിടം വരെ ഇതേപോലെ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഇവിടെ 4 പോർഷനായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം കണ്ടില്ലേ, 4 പോർഷനായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നിവർത്തരുത്. അതിനു മുമ്പ് നമുക്ക് ഈ റോസാപ്പൂവിൻ്റെ എതളും കൂടി ഒന്ന് വെട്ടിയെടുക്കണം. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. നമുക്കൊരു എതളിൻ്റെ ഷേപ്പിൽ ഇത് വെട്ടിയെടുക്കാം. ഞാൻ ഇവിടെ ഒരു ഷേപ്പിലാണ് വെട്ടിയെടുക്കുന്നത്. ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം എല്ലാം എതളിൻ്റെ ഷേപ്പിൽ നിന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് നിവർത്തി നോക്കാം. ഇപ്പം നമുക്ക് ഇതുപോലെ നീളമുള്ളൊരു പീസ് കിട്ടും. ഇപ്പം എല്ലാ എതളും ഏകദേശം ഒരേപോലെ തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഓരോ എതളും നമ്മളൊരു എതളിൻ്റെ നല്ലൊരു ലുക്ക് കിട്ടാൻ വേണ്ടി നമുക്കൊന്ന് വിടർത്തി കൊടുക്കാം. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് ഇതിൻ്റെ നടുഭാഗം ഒന്ന് ഇതുപോലെ ഒന്ന് വലിച്ചു കൊടുക്കുക. നമ്മുടെ ക്രേ പേപ്പർ ചുരുങ്ങിയിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒന്ന് വലിഞ്ഞു കിട്ടും. അതുപോലെ തന്നെ സൂക്ഷിച്ച് വേണം നിങ്ങളിത് ചെയ്യാൻ. പേപ്പർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കീറി വരാനും ചാൻസ് ഉണ്ട്. അപ്പം എല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. ഇനി ഞാനിവിടെ ഈ പൂവിൻ്റെ തണ്ടായിട്ട് യൂസ് ചെയ്യുന്നത് ഈർക്കിലയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ടിയുള്ള അലുമിനിയം കമ്പിയാണെങ്കിലും യൂസ് ചെയ്യാം. ഇനി നമുക്ക് ഈർക്കിലിയിൽ ഈ ക്രേ പേപ്പർ ഒന്ന് ചുറ്റി കൊടുക്കാം. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യം നമുക്കിതിൽ ഫെവിക്കോൾ ഒന്ന് തേച്ച് കൊടുക്കാം. എന്നിട്ട് ഈർക്കിലിയുടെ അറ്റത്ത് ഇതുപോലെ വെച്ച് നന്നായിട്ടൊന്ന് ചുറ്റി കൊടുക്കാം. നമ്മൾ ആദ്യം നല്ല ടൈറ്റായിട്ട് ചുറ്റി കൊടുക്കാം. പിന്നെ നല്ലതായിട്ട് ലൂസാക്കി റോസാപ്പൂവിൻ്റെ ഷേപ്പിൽ ഫുള്ളൊന്ന് ചുറ്റി കൊടുക്കുക. നമ്മൾ ചുറ്റുമ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ പൊങ്ങിയിരിപ്പുണ്ടെങ്കിൽ അതൊക്കെ താത്ത് കൊടുത്ത് ഒരു റോസാപ്പൂവിൻ്റെ ഷേപ്പിൽ നമുക്കൊന്ന് ചുറ്റിയെടുക്കാം.
ഇത് ഫുള്ള് നമുക്കിതുപോലെ ഒന്ന് ചുറ്റിയെടുക്കാം. ലാസ്റ്റ് പാവൊക്കെ ആകുമ്പോൾ നല്ലപോലെ ലൂസാക്കി ഇതുപോലെ ഒന്ന് ചുറ്റിക്കൊടുക്കുക. ഞാൻ ഇവിടെ കംപ്ലീറ്റ് ഒന്ന് ചുറ്റിക്കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വിട്ടു പോകാതിരിക്കാൻ വേണ്ടി ഇതിൻ്റെ അടിഭാഗത്ത് ടൈറ്റായിട്ടൊന്ന് നൂല് ചുറ്റിക്കൊടുക്കാം. നല്ല ടൈറ്റായിട്ട് തന്നെ നിങ്ങളതൊന്ന് കെട്ടിട്ട് കൊടുക്കണം. ഇനി നമുക്ക് ഈ പൂവിൻ്റെ ഇതളൊക്കെ നല്ലപോലെ ഒന്ന് വിടർത്തി റെഡിയാക്കി എടുക്കാം. നമുക്ക് ആ റോസാപ്പൂവിൻ്റെ ലുക്ക് കിട്ടാൻ വേണ്ടി നല്ലപോലെ ഇതൊന്ന് ചെയ്തെടുക്കാം. നമ്മുടെ പൂ കാണാൻ നല്ല രസമില്ലേ? നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ. ഇനി നമുക്ക് നമ്മുടെ റോസാപ്പൂവിന് നല്ലൊരു ഒറിജിനൽ ലുക്ക് കിട്ടാൻ വേണ്ടി നമ്മുടെ റോസാപ്പൂവിൻ്റെ അടിയിൽ കണ്ടിട്ടില്ലേ പച്ച കളറുള്ളൊരു സാധനം, അതുണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് ഗ്രീൻ ക്രേ പേപ്പറാണ്. നമുക്കിതുപോലെ നടുക്കൂടി ഒന്ന് മടക്കി കൊടുക്കാം. എന്നിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ ട്രയാങ്കിൾ ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്യാം. കട്ട് ചെയ്യുമ്പോൾ നല്ലപോലെ മനസ്സിലാവണമെന്നില്ല. ഞാൻ ചുറ്റി കാണിക്കാം, എന്നപ്പം നിങ്ങൾക്ക് നല്ലപോലെ ഇത് മനസ്സിലാവും. ഫുള്ള് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഫുള്ള് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് 2 പൂവിനുള്ളതുണ്ട്. ഇനി നമുക്കിതിൻ്റെ സെൻറ്ററിൽ കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് ഈ റോസാപ്പൂവിൻ്റെ അറ്റത്ത് ഒന്ന് ടൈറ്റായിട്ട് ചുറ്റിക്കൊടുക്കാം. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞാൻ എന്തിനാ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തതെന്ന്? ഇനി നമുക്ക് ഫെവിക്കോൾ വെച്ച് ഇതിൻ്റെ അടിയിലൊന്ന് നല്ലപോലെ ചുറ്റിക്കൊടുക്കാം. അപ്പോൾ നമ്മുടെ റോസാപ്പൂ കാണാൻ നല്ല ഭംഗിയായിരിക്കും, നല്ലൊരു ഒറിജിനാലിറ്റി കിട്ടും. ഇതുപോലെ ഇതിൻ്റെ അറ്റത്തുനിന്ന് ഒട്ടിച്ചെടുക്കാം. ഇനി നമുക്കിതിൻ്റെ കൂടുതൽ നിൽക്കുന്ന ആ ഭാഗമില്ലേ അവിടെ ഒന്ന് നല്ലപോലെ ഒന്ന് പിരിച്ചു കൊടുക്കാം. അപ്പം കുറച്ചും കൂടി നമ്മുടെ റോസാപ്പൂവിനൊരു ഭംഗി കിട്ടും. ഇതേപോലെ ഒന്ന് ചുരുട്ടി കൊടുക്കുക. അപ്പോൾ ഫുള്ളും നമുക്കിതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ പൂടെ റെഡി ആയിട്ടുണ്ട്. നല്ല രസമല്ലേ നമ്മുടെ ഈ പൂ കാണാൻ? നല്ല ഭംഗിയാണ്. നമ്മുടെ പൂവിൻ്റെ പണി പൂർത്തിയായിട്ടില്ല. നമുക്കിൻ്റെ സ്റ്റെമ്മും കൂടി ഒന്ന് റെഡിയാക്കി എടുക്കണം. ഇവിടെ സ്റ്റെമ്മായിട്ട് യൂസ് ചെയ്ത ഈർക്കിളിയാണ്. ഞാൻ ഈ ഈർക്കിളിയുടെ പുറത്ത് ഗ്രീൻ ഫ്ലോറൽ ടേപ്പ് ഒന്ന് ചുറ്റിക്കൊടുക്കുകയാണ്. നിങ്ങളുടെ കയ്യിൽ ഗ്രീൻ ഫ്ലോറൽ ടേപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ ക്രേ പേപ്പർ വേണമെങ്കിലും ചുറ്റിക്കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ ഫ്ലോറൽ ടേപ്പാണ് ചുറ്റിക്കൊടുക്കുന്നത്. അപ്പം നമ്മുടെ പൂടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ നേരത്തെ കുറേ എണ്ണം ഇതുപോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഇരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയല്ലേ? അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അതേപോലെ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.